നമസ്തേ നമസ്തേ നമസ്തേ. ശ്രീ മഹാദേവൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. എല്ലാ ഗുണങ്ങളും തരട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ ഈ ദിവസം പറയാമെന്ന് വെച്ചാലേ അല്പം തിരക്കിളക്കി ആയിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാൻ സാധിക്കേണ്ടത്. അതൊരു പ്രധാന കാര്യം. അതിലുപരി ഈ വർഷത്തെ 2026 1101 201 ഈ ആണ്ടിലെ വിഷുഫലം ഈ വർഷം മേടമാസം 1-ാം തീയതി തുടങ്ങി, അതായത് ഏപ്രിൽ മാസം 14-ാം തീയതി തുടങ്ങി 2027 ഏപ്രിൽ മാസം 14-ാം തീയതി, അതായത് മേടമാസം 1-ാം തീയതി വരെയാണ് ഈ വിഷുഫലത്തിൻ്റെ ഗുണദോഷങ്ങൾ ബാധിക്കുന്നത്. വാസ്തവത്തിലെ ഓരോരുത്തരുടെ ഗണിച്ചുണ്ടാക്കുന്ന വിഷുഫലങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില വ്യത്യാസങ്ങളുണ്ടാവും. എന്നാൽ കൂടി നമ്മളുടെ ഒരു വിഷുഫലം നിങ്ങൾക്ക് എല്ലാവർക്കും ഗുണമാവട്ടെ, സന്തോഷമാവുന്ന രീതിയിലൊക്കെ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനെപ്പറ്റി ഉള്ളൊരു വീഡിയോ ആണ്. അപ്പം എന്താണെങ്കിലും ഗുണങ്ങളുള്ള കുറേ നക്ഷത്രങ്ങളുണ്ട്, അല്പം വിഷമസന്ധികളുള്ള കുറച്ച് നക്ഷത്രങ്ങളുണ്ട്. അതിൻ്റെ പ്രധാനം എന്ന് പറഞ്ഞാൽ അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, അതുപോലെ തന്നെ പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം നക്ഷത്രം. ഈ നക്ഷത്രക്കാരൊക്കെ വളരെ ഗുണസ്ഥിതിയാണ്. ഒരാഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ നടക്കുന്ന ഒരവസ്ഥയൊക്കെയാണ്. അതായത് അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി നക്ഷത്രം, അതുപോലെ തന്നെ പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം നക്ഷത്രം, അതുപോലെ തന്നെ അനിഴം, തൃക്കേട്ടം, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം നക്ഷത്രം, അതുപോലെ തന്നെ ഉത്രട്ടാതി, രേവതി നക്ഷത്രം. ഈ നാളുകാർക്കൊക്കെ ഈ വിഷു ഫലം വെച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അല്പം ഗുണസ്ഥിതികൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുറധം, ചോതി, ഈ നാളുകാരൊക്കെ അതിനകത്ത് പെടും. ഈ നാളുകാർക്കൊക്കെ അവരാഗ്രഹിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതൊരു പ്രധാന ഘടകം. നമ്മൾ എന്തിട്ടാണോ മനസ്സുകൊണ്ട് ആഗ്രഹിക്കണത്, വളരാൻ ശ്രമിക്കണത്, ജോലിയിൽ വളരാൻ ശ്രമിക്കുന്നത്, കുടുംബമായിട്ട് ബന്ധപ്പെട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ ശ്രമിക്കണത്, പുതിയ സംരംഭങ്ങൾ തുടങ്ങി വിജയിപ്പിക്കാൻ ശ്രമിക്കണത്, ധനം സമാഹരിക്കാൻ ശ്രമിക്കണത്, വിവാഹാധികാര്യങ്ങൾ നടക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്, പുതിയ വീട് നിർമ്മിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് വേണ്ട അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഈ നാളുകാർക്ക് അഭിവൃദ്ധി ഉണ്ടാവും. ആഗ്രഹിക്കുന്നതുകൊണ്ട് നടത്തിയെടുക്കാൻ സാധിക്കും. വിവാഹാധികാര്യങ്ങൾ നടക്കും, ജോലിയുടെ കാര്യങ്ങൾ നടക്കും, വിദേശയാത്രകൾ നടക്കും. കഠിന പ്രയത്നത്തിനൊക്കെ അതിന് അനുസരിച്ചുള്ള പൂർണ്ണ ഫലങ്ങൾ ലഭിക്കും. അതുപോലെ തന്നെ സാമഗ്രികൾ വാങ്ങിക്കാൻ സാധിക്കും. രോഗമുക്തി ലഭിക്കും. അനവധി രോഗങ്ങളായിട്ട് നടക്കുന്ന ആളുകാർ പലതുപോയി, അപ്പം അതിൽ നിന്നൊക്കെ രോഗമുക്തി ലഭിക്കും. അത് വലിയ കാര്യമാണ്. ദാമ്പത്യ ജീവിതത്തിൽ സുഖവും സന്തോഷമൊക്കെ ലഭിക്കും. അത് വലിയ കാര്യമാണ്. മനസ്സിന് സന്തോഷമായിട്ട് ഈ വർഷം കൊണ്ടാടാൻ സാധിക്കും. അത് വലിയ കാര്യമാണ്. പല രീതിയിലും ജോലി കർമ്മരംഗമായിട്ട് ബന്ധപ്പെട്ട പല പല പാരിതോഷികങ്ങളും പല വലിയ പ്രസ്ഥാനങ്ങളിലേക്ക് വിജയിച്ചെത്താനും ഒക്കെ സാധിക്കും. ഈ സമയങ്ങളിൽ നമ്മൾ ഇന്ന് ടെസ്റ്റ് പരീക്ഷാദി കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന വിജയം കൈവരിക്കാൻ സാധിക്കും. ജോലിയിൽ മേൽഗതി ഉണ്ടാവും. സംരംഭങ്ങൾ തുടങ്ങിയതൊക്കെ വിജയസാധ്യത ഉണ്ടാവും. അങ്ങനെയുള്ള കുറേ ഗുണങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് പറയുന്നത്. ആ നക്ഷത്രങ്ങളൊന്നുകൂടി പറയാം. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി നക്ഷത്രം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം നക്ഷത്രം, അത്തം നക്ഷത്രം, ചോതി നക്ഷത്രം, പുണർധം നക്ഷത്രം, അതുപോലെ തന്നെ അനിഴം, തൃക്കേട്ടം, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം നക്ഷത്രം. ഈ നാളുകാർക്കൊക്കെയാണ് ഈ പറഞ്ഞ കുറേ ഗുണങ്ങൾ വന്നു ചേർന്നത്. അതുപോലെ തന്നെ ഉത്രട്ടാതി, രേവതി നാളുകാർ, ഇങ്ങനെയുള്ള ആളുകാർക്കൊക്കെ അവരാഗ്രഹിക്കുന്ന കുറേ ഫലങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. അതൊരു ഭാഗ്യമാണ്. അതൊക്കെ എങ്ങനെ എന്തോ ദൈവാധീനം കൊണ്ട് അല്ലെങ്കിൽ രാശിമാറ്റം കൊണ്ട്
ഇതിൻ്റെ സംഗ്രഹം കൊണ്ടൊക്കെ വന്നു ചേരുന്ന കുറച്ച് ഗുണങ്ങളാണ്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ വിനിയോഗിക്കുക എന്നുള്ളതാണ്. അതിലുപരി ഇവർക്കൊക്കെ നല്ല വിശ്വാസങ്ങളും പ്രാർത്ഥനകളൊക്കെ വേണം കൃത്യമായിട്ടുള്ള. എന്നാൽ മാത്രമേ ഇവർ ആഗ്രഹിക്കുന്ന ഫലങ്ങൾ കിട്ടുള്ളൂ. അതും ഒരു ഘടകമാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൽ വേണ്ട പ്രയത്നങ്ങൾ നമുക്ക് വേണം. കഠിനമായിട്ടുള്ള പ്രയത്നങ്ങൾ വേണം, നല്ല പ്രാർത്ഥനകൾ വേണം, ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസങ്ങൾ വേണം, മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹങ്ങൾ വേണം. എന്നാൽ മാത്രമേ ഈ നാളുകാർക്ക് ഈ ഗുണങ്ങളെല്ലാം വന്ന് ചേരുള്ളൂ. അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അല്പം രോഗാവസ്ഥകൾ വരാൻ പറ്റിയ കുറച്ച് നാളുകളുണ്ട്. ഒരു പ്രത്യേകം അവിട്ടം ചതയം പൂരിട്ടാൻ ആളുകാർ, അതുപോലെ ചിത്തിര വിശാഖം ചില ചോദ്യ നാളുകാർ, ഇവർക്കൊക്കെ ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പിന്നെ മകേരം തിരുവാതിര നാളുകാർ, മകേര്യം തിരുവാതിര ചിത്തിര വിശാഖം, അതുപോലെ തന്നെ അവിട്ടം ചതയം പൂരിട്ടാതി ഈ നക്ഷത്രക്കാർക്ക് ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ ബാധിക്കാനും ജോലി രംഗത്തല്പം വിഷമസന്ധികൾ ബാധിക്കാനും വാഹനാദി കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഭയപ്പാട്, വിഷമങ്ങൾ, ചെറിയ എന്തെങ്കിലും വീഴ്ചകൾ കാര്യങ്ങളൊക്കെ സംഭവിക്കാനൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം നമ്മളെ. നമുക്ക് ഇപ്പോൾ ചില അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ ഡോക്ടർമാരെ പോയിട്ട് അവർ പറയില്ലേ ചില കാര്യങ്ങൾ, ആഹാരാദി കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നിർഗതികൾ ശ്രദ്ധിക്കണം, എന്നാൽ മാത്രമേ അത് മാറുള്ളൂ എന്ന് പറയില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ കഷ്ടാദി കാലങ്ങളുടെ ദുരിതങ്ങൾ മാറണമെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കുറച്ച് വിശ്വാസവും പ്രാർത്ഥനയൊക്കെ ആയിട്ട് നടക്കണം. അനവധി അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം, ദുർച്ചെലവുകൾ ഒഴിവാക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ വരാവുന്നതാണ്. നമുക്ക് ദുർച്ചെലവുകൾ, അനാവശ്യമായിട്ട് കാശതയ്ക്ക് പല സംരംഭങ്ങളൊക്കെ തുടങ്ങിയാൽ നമ്മൾ ആഗ്രഹിക്കുന്ന വിജയമൊന്നും ആ സംരംഭത്തിൽ കിട്ടില്ല. അതാണ്. അപ്പോൾ അതൊന്നും കിട്ടാതിരിക്കാനുള്ള പ്രയത്നങ്ങളിലേക്കൊന്നും പോകരുത്. ശ്രദ്ധിക്കണം. ഈ ഒരു വർഷക്കാലം വാഹനം ഉപയോഗിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മറ്റു ജോലികളായിട്ട് സംരംഭങ്ങൾ തുടങ്ങാൻ പോകുന്ന ആൾക്കാർ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന വിജയം കിട്ടില്ല എന്ന് വരും ആ സമയത്തൊക്കെ. അതുകൊണ്ട് നമ്മൾ തളർന്നു പോകരുത്. പിന്നെ പല കാര്യങ്ങളിലും ദാമ്പത്യ ജീവിതത്തിലൊക്കെ അല്പം വിഷമസന്ധികൾ വരും. പിന്നെ ഉദരമായിട്ട് ബന്ധപ്പെട്ട് വയറായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചില അസ്വസ്ഥതകൾ, രോഗാതുരിതങ്ങൾ വരും. ഇതൊക്കെ വരാതിരിക്കണമെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പ്രധാനമായിട്ട് അടുത്തുള്ള സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കണം ഈ നാളുകാരെ. സുബ്രഹ്മണ്യസ്വാമിക്ക് എന്തെങ്കിലും അഭിഷേകങ്ങളാ അതല്ലാന്നുണ്ടെങ്കിൽ വല്ല അർച്ചനകളൊക്കെ കഴിച്ച് പ്രാർത്ഥിക്കണം. അപ്പോഴേ ദുരിതം ബാധിക്കാതിരിക്കുള്ളൂ ഈ നാളുകാർക്ക്. അല്ലെങ്കിൽ ഈ നാളുകാർ ദുരിതത്തിൽ ഇങ്ങനെ വിഷമിച്ച് നടക്കും. അപ്പം അങ്ങനെ ഒന്നും വരരുത് ആർക്കും. അപ്പം അതിന് വഴിപാട് വെച്ച് പ്രാർത്ഥിക്കണം. ഭഗവതി ഭദ്രകാളിക്ക് കടുംബായുസം നെയ്വിളക്കുന്ന വഴിപാട് വെച്ച് പ്രാർത്ഥിക്കാം. അതും ഇവർക്ക് വരുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനം കിട്ടാൻ വളരെ വിശേഷമാണ്. എന്താണെങ്കിലും ഈ നാളുകാർ ശ്രദ്ധിക്കണം, നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. വേറെ അനാവശ്യ കാര്യങ്ങളൊന്നും ചെന്നപ്പെടാതെ അനാവശ്യമായിട്ട് സാമ്പത്തിക കാര്യങ്ങളൊന്നും ചെയ്യാതെയൊക്കെ ശ്രദ്ധിക്കണം. ഈ ഒരു വർഷക്കാലം ഉള്ളൂ, വിഷമിക്കാനില്ല. ഒരു വർഷം പറഞ്ഞാൽ സാര ദിവസമുള്ളൂ. പെട്ടെന്ന് അങ്ങോട്ട് പോകും. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. എന്താണെങ്കിലും ഗുണങ്ങളും ദോഷങ്ങളും നക്ഷത്രങ്ങളും ഒന്നുകൂടി പറയാം. ശ്രദ്ധിച്ചോളൂ എല്ലാവരും ഒന്ന്. അപ്പം അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി നക്ഷത്രം, അതുപോലെ തന്നെ പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം നക്ഷത്രം, ചോതി നക്ഷത്രം, വ്രതം നക്ഷത്രം, അതുപോലെ തന്നെ അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം നക്ഷത്രം, ഉത്രട്ടാതി, രേവതി നക്ഷത്രം. ഈ നാളുകാർക്കാണ് അനവധി ഗുണങ്ങൾ വന്നു ചേരുന്നത്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. വരുന്ന കാര്യങ്ങളെല്ലാം ഏറ്റവും നന്നായിട്ട് ആ അവസരങ്ങൾ പാഴാക്കാതെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ വിജയം ഉണ്ടാവുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ അല്പം വിഷമസന്ധിയുള്ള കുറച്ച് നാളുകളുണ്ട്, അതും ഒന്ന് അറിഞ്ഞിരിക്കുക. അവിട്ടം ചതയം പൂരിട്ട നക്ഷത്രം, ചിത്തിര വിശാഖം നക്ഷത്രം, മകീരം തിരുവാതിര നക്ഷത്രം. ഈ നാളുകാർക്ക് അല്പം വിഷമസന്ധിയുണ്ട്. അപ്പോൾ അതും ഒന്ന് മനസ്സിലാക്കി ആ വിഷമമൊന്നും ധാരാളം അനുഭവിക്കാതെ വഴിപാടുകളും കൊണ്ടും പ്രാർത്ഥന കൊണ്ടൊക്കെ അതൊക്കെ മാറ്റിയെടുക്കണം എല്ലാവരും. എന്നാലും വീഡിയോസൊക്കെ ഇഷ്ടമാണ് ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മുടെ സംരംഭം പ്രോത്സാഹിപ്പിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും ഐശ്വര്യ സമൃദ്ധി എല്ലാം ഉണ്ടാവട്ടെ.
ഈ വിഷുഫലം എല്ലാവർക്കും എല്ലാ രീതിയിലും ഗുണങ്ങൾ ഉണ്ടാക്കി കൊടുക്കട്ടെ. സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, മഹാദേവനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും ഐശ്വര്യവും സമൃദ്ധിയും എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. ശുഭദിനാശംസകൾ എല്ലാ നന്മകളും നേരുന്നു. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ.